ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ കർത്താവ് ഏകനാകുന്നു. ഇതാണ് ലോകത്തെ സർവ്വ പ്രവാചകന്മാരും പഠിപ്പിച്ചത്. കാണുന്നതൊന്നും ദൈവമല്ലെന്ന് കേനോപനിഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ കാണുന്നു. യോഹന്നാൻ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറയുന്നു. പരിശുദ്ധ ഖുർആൻ ലാ യുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ, അവനെ ആരും കാണില്ല, അവൻ എല്ലാം കാണുന്നു, കാണാനുള്ള ശക്തി വിശേഷം കഴിവ് ശേഷി സിദ്ധി നൽകുന്നു. ഇതന്നെയാണ് കേനോപനിഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ചുച്ചുശാന പക്ഷതീയന ചംചുംചി പക്ഷതി. കാണുന്നതൊന്നും ദൈവമല്ല. കാണുന്നതായിട്ട് നമ്മൾ ആരാധിക്കുന്ന കുറെ സാധനങ്ങൾ അതൊന്നും ദൈവമല്ലെന്ന് മനസ്സിലാക്കണം. പിന്നെ കണ്ണിന് കാഴ്ച നൽകുന്നവനാണ് അവൻ. രണ്ടാമത്തെ ഇതിന്റെ തൊട്ടുടനെയുള്ള ശ്ലോകത്തിൽ 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് കേൾക്കാൻ കഴിയുന്നത് ദൈവമല്ലാന്ന്. മീൻസ് ഒരാൾ വന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു, അദ്ദേഹം വർത്താനം പറയണു, നമ്മളത് കേൾക്കണു, അദ്ദേഹം ഒരിക്കലും ദൈവമല്ല എന്നാണ്. ഏത് ശ്രോതയാണ് ശൃണോതി ഏത് ശ്രോതം ഇതം ശ്രുതം. കേൾക്കുന്നത് ദൈവമല്ല, കേൾവി നൽകുന്നവനാണ് അവൻ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ പൂർവികരാകുന്ന പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാകുന്നു. ഇത് പ്രചരിപ്പിക്കാൻ ആദം നബി മുതൽ മുത്ത് റസൂൽ തങ്ങൾ വരെയുള്ള പ്രവാചകത്വ ശൃംഖല അതത് കാലഘട്ടങ്ങളിൽ കടന്നു വന്നതാണ്. അപ്പോ അടിസ്ഥാനപരമായി എല്ലാ ആദർശങ്ങളും